ഗുരുവായൂർ അമ്പലത്തില് ഗുരുവായൂരപ്പം വിളിച്ചാലേ വരാൻ പറ്റുള്ളൂ എന്നുള്ളൊരു പറച്ചിലുണ്ടല്ലോ അങ്ങനെ. അപ്പൊ എനിക്ക് ഒരു പ്രാവശ്യം ഞാൻ സ്വപ്നത്തിൽ കണ്ടു, ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ നിൽക്കുന്നതായിട്ട് ഞാൻ സ്വപ്നത്തിൽ കണ്ടു. അപ്പൊ ഞാനിങ്ങനെ രാത്രിയിൽ തന്നെ എണീറ്റിട്ട് എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു ഗുരുവായൂർ അമ്പലത്തിൽ എന്തായാലും പോകണമെന്ന് പറഞ്ഞു. അത് പറഞ്ഞൂന്ന് രാവിലെ ഞാൻ എനിക്ക് ഹസ്ബൻഡിനോട് പറഞ്ഞു ഞാൻ ഇന്നലെ ഗുരുവായൂർ അമ്പലം കണ്ടു, അപ്പൊ എന്തായാലും അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് ഹസ്ബൻഡ് പറഞ്ഞു രാത്രി തന്നെ എന്നോട് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ പക്ഷെ എപ്പോ പോകാൻ പറ്റും ഒന്നും നമുക്ക് നിശ്ചയമില്ലല്ലോ. അങ്ങനെ ഇരിക്കെ ഞങ്ങളുടെ ഒരു നെയ്ബറിന്റെ കല്യാണം വന്നപ്പോ ആ കല്യാണം തൃശ്ശൂർ ഭാഗത്ത് എവിടെയോ ആയിരുന്നു. അപ്പോൾ എനിക്ക് ലൊക്കേഷനൊക്കെ കിട്ടിയത് വെച്ചിട്ട് നോക്കുമ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഉച്ചയൊക്കെ ആകുമ്പോൾ കല്യാണം കഴിയും, അങ്ങനെ തിരിച്ച് എറണാകുളത്തേക്ക് പോകണം. പക്ഷെ നമുക്കത് സമയം ഒക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഗുരുവായൂർ വരെ വരാനുള്ള സമയം ഉണ്ടായിരുന്നു, തൃശ്ശൂരിൽ നിന്ന് ഇങ്ങോട്ട് വരാനുള്ള സമയം ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് മുമ്പായിട്ട് ഞാൻ ഇവിടെ ഗുരുവായൂരെത്തും. അന്ന് ഞാൻ ആദ്യമായിട്ട് ആനക്കൊട്ടിൽ പോയി. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഇവിടെ വന്ന് അമ്പലത്തിൽ വന്ന് തൊഴാൻ സാധിച്ചു. അതൊരു എന്താ പറഞ്ഞ ഒരു നിമിത്തം പോലെയാണ്, ഭഗവാൻ കാണിച്ചു തന്ന. പിറ്റേ ദിവസം അല്ല, അധികം വൈകാണ്ട് തന്നെ എനിക്കൊന്ന് ഏകദേശം ഒരു 1-2 ആഴ്ചക്കുള്ളില് നമ്മൾ ഒട്ടും പ്ലാൻഡ് അല്ല ഗുരുവായൂരമ്പലത്തിൽ വരുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടും കൂടി ഇല്ല. ഗുരുവായൂരപ്പം വന്ന് വിളിച്ചു, അതിനൊരു സാഹചര്യമാണ് എനിക്ക് ആ കല്യാണമായിട്ട് ഭഗവാൻ ഒരുക്കി തന്നു. ഞാനിവിടെ ഒന്ന് ഭഗവാനെ കണ്ട് തൊഴുതുപോയി. എപ്പോഴും വരുമ്പോ അങ്ങനെയാണ്, നമ്മൾ അങ്ങനെ ഒരു സാധാരണ ചൊല്ലുണ്ട് ഭഗവാൻ വിളിച്ചാലേ ഇവിടേക്ക് വരാൻ പറ്റും. അതെനിക്ക് അനുഭവത്തിലുള്ളതാണ്. നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നടക്കണമെന്നില്ല. പക്ഷെ അല്ലെങ്കിൽ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ പെട്ടെന്ന് നമ്മൾ ഇവിടെ വരാനും കൃഷ്ണാനുഭവമായിരുന്നു. തീർച്ചയായിട്ടും അത് വലിയൊരു അനുഭവമായിരുന്നു എനിക്ക്. എന്തായാലും ആ ഒരു അനുഭവം തുറന്നു പറഞ്ഞതിന് ഒരുപാട് നന്ദി. ഇനി ഭഗവാൻ ഇതേപോലത്തെ അനുഭവം തീർച്ചയായിട്ടും നമ്മൾ അനുഭവങ്ങൾ തുറന്നു പറയുമ്പോഴാണ് നമുക്ക് കൂടുതൽ അനുഭവങ്ങൾ വരിക. തീർച്ചയായിട്ടും എന്തായാലും ഭഗവാൻ നല്ല രീതിയിൽ കാണാൻ സാധിക്കട്ടെ. തീർച്ചയായിട്ടും.